നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ വീണ്ടും മുത്തശ്ശിയമ്മ പോവാ. സത്യം? അതെ, അതാ സത്യം. ദീപകിന്റെ കഥയൊക്കെ പറഞ്ഞിട്ട് അമ്മ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഈ രോഹിത് ശ്യാമെ ദീപകിന്റെ അടുത്തേക്ക് കൂട്ടി കൊണ്ടുപോകുന്ന അമ്മ കരുതുണ്ടോ? ഉണ്ടോ? അത് മാത്രമല്ല, അതെ എന്ത് സ്നേഹമായിട്ട് ഒരു കൈയൊക്കെ കോർത്തിട്ട് കണ്ട, അത്രയും സ്നേഹത്തിലാ. അല്ലമ്മ, അല്ലെങ്കിൽ തന്നെ അമ്മ നോക്ക്, ആക്സിഡന്റിൽ പെട്ടതിന്റെ എന്തെങ്കിലും ഒരു പരിക്കുണ്ടോ ശ്യാമയുടെ ദേഹത്ത്? നോക്ക്, നോക്കമ്മ, ഉണ്ടോ? അതാണ് അമ്മയെ പറഞ്ഞത് കള്ളക്കഥ പറഞ്ഞിട്ട് അമ്മ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. നിനക്ക് ചുറ്റും ഒരു നിഴൽ യുദ്ധം നടക്കുകയാണ് ഭാമേ. അതും ശാലിനിയുടെ തന്നെ പ്ലാനായിരുന്നു. ശ്യാമയ്ക്കും ഉണ്ടായിരുന്നു ഇതിലൊരു മനസ്സറിവ്. അവളെ പേടിച്ചും ഭയന്നുവാ നിന്റെ ദത്തുപുത്രൻ ഓരോ നിമിഷവും കഴിയുന്നത്. സംശയമുണ്ടെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും അയച്ചു തരാം. അതൊന്ന് കണ്ടു നോക്ക്. വൃത്തികെട്ടവളെ, എന്താണ് ഇത്? കുറച്ചു മുമ്പ് നീ എന്താ പറഞ്ഞത്? ആരാ പകർത്തിയതെന്നും ആരാ അയച്ചു കൊടുത്തതെന്നും ആ പയ്യന്റെ അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന ഫോട്ടോകളെന്ന് അല്ലേ? പിന്നെ എങ്ങനെയാണ് ഇത് നിന്റെ മകളുടെ കയ്യില്? അവൾ ഈ പറഞ്ഞതും കള്ളം തന്നെയാ. അല്ല, നിങ്ങളെന്തീ കാര്യം നേരത്തെ പറയാഞ്ഞത്? അതെന്താന്ന് വെച്ചാലേ, ഈ വീട്ടിൽ വെച്ചിട്ട് ഒരു തലയൊറ്റലുണ്ടായപ്പോ ശാലിനി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാ. അപ്പോ ഞങ്ങൾക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോ ഉറപ്പായി. പിന്നെ വിവരം അറിയുമ്പോ ഇവര് അടുത്തുള്ള റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരെ വിളിച്ചു വരുത്തിയത് ഒരു ധൈര്യത്തിനെ. പക്ഷേ അമ്മയോട് ഇക്കാര്യം പറയണ്ടെന്ന് പറഞ്ഞതോ? പിന്നെ ആരും ഈ കാര്യം അമ്മയോട് പറയാൻ നിക്കണ്ട കേട്ടാ. എന്ന് വെച്ചാ ഞാൻ അമ്മ അറിയരുതെന്ന് പറഞ്ഞത് അതല്ലേ? അതെ. അതെന്താന്ന് വെച്ചാലേ, ഞങ്ങളെല്ലാരും കൂടിയിട്ടേ അമ്മയ്ക്കൊരു സർപ്രൈസ് തരാന്നങ്ങോട്ട് വിചാരിച്ചു. അതുകൊണ്ടാ. അതെയോ? അതെ. ക്ഷമിക്കണം മോളെ, ഈ സമയത്ത് നിന്റെ മനസ്സ് വിഷമിപ്പിച്ചതിന്. നീയും നിന്നോട് പറഞ്ഞ മോശം വാക്കുകൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.